നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സെക്കൻഡ് ചാപ്റ്റർ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ്. അതായത് ഇലക്ട്രിക് എനർജീനെ മാഗ്നറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ, അതാണ് അതിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് നോക്കാം. അപ്പം നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാഗ്നറ്റ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും, പിന്നെ ചെറിയ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. അപ്പം ഈ ബാർ മാഗ്നറ്റിന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം, മാഗ്നറ്റ്സിനെല്ലാം എന്തുണ്ട്, പൊളാരിറ്റി ഉണ്ട്. ഒരു പോൾ നോർത്ത് പോൾ എന്നും മറ്റേ പോൾ സൗത്ത് പോൾ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ ഇതിനടുത്ത് കൊണ്ടുവന്നാൽ അതെന്ത് ചെയ്യും, മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അട്രാക്ഷൻ എന്താണ്, റിപ്പൽഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതേപോലെ രണ്ട് മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്നാൽ ഒരേപോലത്തെ പോൾസ് ആണെങ്കിൽ അവിടെ റിപ്പൽഷനും, ഇനി അൺലൈക്ക് പോൾസ് ആണെങ്കിൽ, അതായത് ഒരു നോർത്ത് ഇതിനടുത്ത് നമ്മൾ വേറൊരു മാഗ്നറ്റ് സൗത്താ കൊണ്ടിരുന്നെങ്കിൽ അവിടെ ഒരു അട്രാക്ഷനും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ അട്രാക്ഷനും റിപ്പൽഷനും അല്ല, ഒരു റീജിയൻ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റ് ഞാൻ കുറേ ദൂരം കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഒരു അട്രാക്ഷനും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാഗ്നറ്റിന് അട്രാക്ഷനും റിപ്പൽഷനും കാണിക്കാൻ പറ്റും. ആ ഒരു റീജിയന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. So magnetic field is a region where the influence of the magnet is felt. ഒരു മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫീൽഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഫീൽഡ് ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇതൊരു ഇമാജിനറി ലൈനാണ്. ഈ ഇമാജിനറി ലൈന് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വരച്ചാൽ നമുക്ക് അതിന് എന്ത് പറയാം, ഫീൽഡ് ലൈൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് കാണിക്കുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ ചെറിയ ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. ഒരു വൈറ്റ് പേപ്പറിന്റെ അടിയിൽ ഒരു മാഗ്നറ്റ് വെച്ച് കുറച്ച് അയൺ ഫില്ലിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിൽ ആ അയൺ ഫില്ലിങ്സ് നന്നായിട്ട് നിൽക്കുന്നതാണ്. അതായത് ആ ഫീൽഡ് ലൈൻസ് പോകുന്നിടത്ത് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഈ ഫീൽഡ് ലൈൻ പോലെ തന്നെയുള്ള ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇമാജിനറി ലൈൻസ് ഉണ്ടെന്ന് തോന്നും. അതാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കൊണ്ട്, ലൈൻ ഉള്ളത് പോലെ തോന്നും അത് കാണുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മാഗ്നറ്റിന്റെ അട്രാക്ഷനോ റിപ്പൽഷനോ ഒരു റീജിയൻ വരെ മാത്രം, അതായത് മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു റീജിയൻ എന്ന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഫീൽഡിൽ നമ്മൾ വരക്കുന്ന ഇമാജിനറി ലൈൻസ് നമുക്ക് കാണുന്നത് ആ എക്സ്പെരിമെന്റ് ആലോചിച്ചാൽ മതി. അയൺ ഫില്ലിങ്സ് ഈ പേപ്പറിന്റെ മേലെ ഇട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ആലോചിച്ചാൽ മതി. ഈ ഫീൽഡ് ലൈൻസിന്റെ ഇതിലേക്കായിരിക്കും ആ ഫില്ലിങ്സ് നന്നായിട്ട് നിന്നിട്ടുണ്ടാവുക. ആ ലൈൻസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ. അപ്പം നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എൻഡ് ചെയ്യുക. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ദ ഫീൽഡ് ലൈൻസ് ആർ മൂവ് എവേ ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് ഫീൽഡ് ലൈൻസ് കം ടുവേർഡ്സ് ദ സൗത്ത് പോൾ. അപ്പം നോർത്ത് നിന്ന് എപ്പോൾ ഫീൽഡ് ലൈൻസ് കുറച്ച് അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുന്നതായിട്ടും സൗത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ടും കാണാൻ പറ്റും. ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഫിഗറിന് മനസ്സിലാവും. ഇനി മാഗ്നറ്റിന്റെ പൊളാരിറ്റി മനസ്സിലാക്കാൻ നമുക്ക് ഒന്നുകിൽ വേറൊരു മാഗ്നറ്റ് എടുത്തു കൊണ്ടുവന്നാൽ, പൊളാരിറ്റി മാർക്ക് ചെയ്ത മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ മാഗ്നറ്റ് നമുക്ക് പൊളാരിറ്റി ഉണ്ട്, അടുത്ത മാഗ്നറ്റ് പൊളാരിറ്റി ഇല്ലാത്ത മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനടുത്ത് കൊണ്ടുവരുമ്പം അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് വരുന്ന പോള് സൗത്ത് ആണെന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും മാഗ്നറ്റിക് കോമ്പസ് ആണ്. മാഗ്നറ്റിക് കോമ്പസ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നീഡിലുണ്ടാവും. ആ നീഡിലും ഒരു മാഗ്നറ്റ് തന്നെയാണ്. ആ നീഡിലിനും നമുക്ക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ തന്നെയാണ് ആ നീഡിലിനും ഉണ്ടാവുന്നത്. അപ്പം ആ നീഡിലിന്റെ സൗത്ത് ഈ ഭാഗത്തേക്ക് കാണിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് മാഗ്നറ്റിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു മാഗ്നറ്റ് ഫീൽഡ് എന്താന്ന് പറഞ്ഞ് പിന്നെ മാഗ്നറ്റിന്റെ പൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇനി ഈ മാഗ്നറ്റിക് ഇഫക്റ്റ്, അതായത് നമ്മുടെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ അടുത്താണ് കൊണ്ട് വെക്കുന്നെങ്കിൽ അതിലൊരു ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റാണ് ഈസ്റ്റഡ്.
ഈസ്റ്റഡ് ഒരു സർക്യൂട്ടിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അതിനടുത്ത് വെറുതെ ഒരു മാഗ്നറ്റ് നീഡിൽ ഉണ്ടായിരുന്നു. അപ്പം നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഈസ്റ്റഡ് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഈസ്റ്റഡ് ഈ ഒരു കൺക്ലൂഷനിലെത്തിയത്. അപ്പോൾ അതിൽ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആ വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അപ്പം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നു ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഈസ്റ്റഡ്. അതാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എന്താ? ഒരു മാഗ്നറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഈ മാഗ്നറ്റിക് ഇഫക്റ്റ്, അതായത് ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്, അത് മാത്രമല്ല നമ്മൾ വേറെ മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് അട്രാക്ഷനും ഉണ്ടാവും. ഇനി ഇതിന്റെ പൊളാരിറ്റിയും നമുക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളെ നോർത്ത് സൗത്ത് പോൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മാഗ്നറ്റിന്റെ ബാർ മാഗ്നറ്റ് പോലത്തെ പെർമനന്റ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എപ്പോഴും പെർമനന്റ് ആയിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റ് പോലെ നമ്മൾ വെറുതെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിസം കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് എപ്പോഴും ടെമ്പററി ആയിരിക്കും. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി എപ്പം റിമൂവ് ചെയ്യുന്നു, ബാറ്ററി കണക്ഷൻ എപ്പം റിമൂവ് ചെയ്യുന്നു, അവിടെയുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, നമ്മളിപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ വെച്ചിട്ട് ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാറ്ററി കണക്ട് ചെയ്ത് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? പിന്നെ ഇലക്ട്രിസിറ്റീനെ മാഗ്നറ്റിക് എഫക്റ്റ് ആക്കി, മാഗ്നറ്റിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റ് സ്ട്രെങ്ത് എപ്പോഴും ടെമ്പററി ആണ്. നമ്മളെപ്പം ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു അന്നേരം മാത്രമേ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുള്ളൂ. വേറൊരു കാര്യം, നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടും, അതായത് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ച് എന്താവും? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. പക്ഷേ ഇതിൻ്റെ സ്ട്രെങ്തോ നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോ മാഗ്നറ്റും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇതിൻ്റെ സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ്, ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. It is the magnetism is permanent, but here the magnetism is temporary. അപ്പം അങ്ങനെയുള്ള ചില ഡിഫറൻസും ഉണ്ട്. ഇനി നമുക്കിവിടെ നോർത്തോ സൗത്തോ നമുക്ക് ബാർ മാഗ്നറ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് മാഗ്നറ്റിക് നീഡിൽ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ടാവും, നോർത്തിൻ്റെ അടുത്തൊരു വൈറ്റ് ഡോട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതേപോലെ നമ്മൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന റൂളാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്, നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ്, ഒരു കണ്ടക്ടർ നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പും ആണെങ്കിൽ നമ്മൾ കേൾഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഫോൾഡഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ദാറ്റ് ലോ ഈസ് കോൾഡ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമ്മളൊരു കണ്ടക്ടറിനെ imagine we are holding a conductor in such a way that the thumb points towards the direction of current, then the curled fingers indicates the direction of magnetic field. ഈ റൂൾ വെച്ചിട്ട് നമുക്ക് ഏതൊരു കണ്ടക്ടർ, നമ്മൾ എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിക്കോട്ടെ, ഇനി ഒരു വയറിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ഷേപ്പിലായിക്കോട്ടെ, നമ്മൾ ടെക്സ്റ്റ് കുറേ എക്സാമ്പിൾ ഉണ്ട്, പിന്നെ ഒരു ലൂപ്പ് പോലെ സർക്കുലർ കോയിൽ പോലെ ആയിക്കോട്ടെ, ഏത് കണ്ടക്ടറിൻ്റെയും നമുക്ക് ഈ ഒരു റൂൾ അറിയെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ഇത്രേ ചെയ്യേണ്ടു, നമ്മൾ എന്ത് ചെയ്യണം? ഹോൾഡ് എ കണ്ടക്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിന്റ്സ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദ കേൾഡ് ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് നമ്മുടെ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാ? നമുക്ക് ഒരു കറണ്ട് ഈസിയായിട്ട് പറഞ്ഞു തന്നു, എന്തെന്ന്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് എന്തിൻ്റെ ഡയറക്ഷനിലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് നമ്മളെ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു കണ്ടക്ടർ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ടാകുന്നുണ്ട്, അതാണ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ഇനി ബാർ മാഗ്നറ്റ് വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു.
അതിനുശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഈസ്റ്ററാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതായത് കറണ്ട് കാര്യം കണ്ടക്ടറിൽ ചുറ്റും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഈസ്റ്റർ. പിന്നെ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഇതുപോലെ തന്നെയാണ് സ്ക്രൂ റൂളും. ഏതെങ്കിലും ഒരു റൂള് പഠിച്ചാൽ മതി, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുക. ഏതാണ് തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിലാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഫോൾഡഡ് ഫിംഗേഴ്സ് അപ്പോൾ എന്തിന്റെ ഡയറക്ഷനിലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനായിരിക്കും. അപ്പോൾ ഈ റൂൾ വെച്ച് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഇതെല്ലാം ഒന്ന് നോക്കുക, എങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. അടിയിൽ വെച്ച മാഗ്നറ്റിക് നീഡിൽ അടിയിൽ വെച്ചാൽ, മേലെ വെച്ചാൽ, അങ്ങനെ എല്ലാ ഇതും നിങ്ങൾക്ക് ഈ ഒരു റൂള് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സോളിനോയിഡ്. വാട്ട് ഇസ് എ സോളിനോയിഡ്? Solenoid is an insulated wire wound on a soft iron core in the shape of helix. അപ്പോൾ ഈ ഷേപ്പിൽ, ഹെലിക്സ് ഷേപ്പിൽ നമ്മളൊരു ഇൻസുലേറ്റ് ചെയ്ത കോപ്പർ വയർ ഒരു സോഫ്റ്റ് അയൺ കോർ, ഇതിനുള്ളൊരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സോളിനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ സോളിനോയിഡ് നമുക്ക് മാഗ്നറ്റിക് ഇഫക്റ്റ് തരാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സോളിനോയിഡ്. മാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ സോളിനോയിഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെയുള്ള കമ്പിനേക്കാളും ഇങ്ങനെയുള്ള ഷേപ്പിലാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പ്രധാന ഒരു പാർട്ടാണ് ഇത് സോളിനോയിഡ്. ഇനി സോളിനോയിഡിൽ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ സോളിനോയിഡിൽ ഇഫ് ദ കറണ്ട് ഇസ് മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതാണല്ലോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലൈൻ വരച്ചാൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. അതിനെ ജോയിൻ ചെയ്ത് എന്താ കിട്ടുന്നത്? എസ്. സോ ഇഫ് ദ കറണ്ട് ഇസ് മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ വി ആർ ഫേസിങ് എ സോളിനോയിഡ് ഇൻ സച്ച് എ വേ ദാറ്റ് if the current is moving in clockwise direction, then we get south pole. That end is called south pole. ആ എന്താണ് സൗത്ത് പോൾ എന്ന് പറയുന്നത്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിലോ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഇതാണെന്ന് അറിയാം. ഈ ആന്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ അതിന് കണക്കായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇവിടെ വരക്കുന്നു. താഴെ ആന്റി ക്ലോക്ക് വൈസ് ഈ ആറോ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇവിടെ വരക്കുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടിയ? എൻ. സോ if the current flows in anti-clockwise direction, then that end represents the north pole. ഇത് രണ്ടും എപ്പോൾ ഓർമ്മിച്ചേക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും ആ എൻഡ്, മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നോർത്ത് പോളായിരിക്കും ആ എൻഡ്. ഇനി നമുക്ക് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്താൽ മതി? ഒന്ന്, ഇവിടെ കൊടുക്കുന്ന കറണ്ട്, നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു കറണ്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം. കുറേ ബാറ്ററീസ് കൊടുക്കുക, അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് കൂടുതലാവും. അങ്ങനെ ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഇഫക്റ്റ്, മാഗ്നറ്റിക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും. അടുത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് നമ്മൾ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിൽ നമ്മൾ ഇത് കോയിൽ ബൗണ്ട് ചെയ്യുന്നതിനേക്കാളും വലുതായിട്ട് നമ്മളൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടി ഒരു ഇതിലേക്ക് നമ്മൾ ഇതിനെ ബൗണ്ട് ചെയ്ത വയറ് ബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അവിടെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റും. അപ്പം മാഗ്നറ്റിക് എഫക്റ്റ് കൂട്ടാനുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ ഒന്നുകിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഒരു വഴി നമ്പർ ഓഫ് ടേൺസ്. ഇങ്ങനെ വിട്ട് നമ്മൾ ചുറ്റിയാലില്ല, അതിനേക്കാളും കൂടുതൽ മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അടുത്തടുത്ത് ചുറ്റിയല്ല. അപ്പോൾ എന്തുണ്ടാവും? അടുത്തടുത്ത് ചുറ്റുന്നതനുസരിച്ച് നമ്പർ ഓഫ് ടേൺസ് കൂടും. പിന്നെയുള്ളത് സോഫ്റ്റ് അയൺ കോർ. ഇതിൽ നമ്മൾ ഒരു ചെറിയൊരു സോഫ്റ്റ് അയൺ കോർ ഇട്ടതിനേക്കാളും കൂടുതലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കുറേ സോഫ്റ്റ് അയൺ കോർ ഇട്ട് കഴിഞ്ഞാൽ, ഇതിനുള്ളിൽ നിറയെ സോഫ്റ്റ് അയൺ കോർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇത്രയും ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സോളിനോയിഡ്. ഇതാണ് സോളിനോയിഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസത്തിൽ നമുക്കൊരു നോർത്ത് സൗത്ത് പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ ബാർ മാഗ്നറ്റ് കണ്ട പോലെ തന്നെ പൊളാരിറ്റി ഉണ്ട്. ഒരു എൻ്റെ നോർത്ത് ആയിരിക്കും, ഒരു എൻ്റെ സൗത്ത് ആയിരിക്കും. പക്ഷേ ഈ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാം. എങ്ങനെ? ഈ ബാറ്ററിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ബാറ്ററി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പൊളാരിറ്റി ഒന്നായിരിക്കും. തിരിച്ച് കണക്ട് ചെയ്താലോ പൊളാരിറ്റി മാറും. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ നമ്മൾ കണ്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും ചേഞ്ച് ചെയ്യാൻ പറ്റും, മാഗ്നറ്റിക് സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റും. പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെയോ
സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒന്ന് സോളിനോയിഡിന് ഉണ്ടാകുന്ന മാഗ്നറ്റിസം ടെമ്പററി ആണ്, ബാർ മാഗ്നറ്റ് പെർമനൻ്റ് ആണ്. ഇതിൻ്റെ സ്ട്രെങ്ത്തും പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം, മറ്റേതിൻ്റെ സ്ട്രെങ്ത്തും പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റീനെ മാഗ്നറ്റിസം ആക്കാൻ പറ്റും, മാഗ്നറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്ത്. ഇനി ഇങ്ങനെ മാഗ്നറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണ് അതിൻ്റെ യൂസസ് നോക്കാം. അപ്പം അതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അപ്പം നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് ഇവിടെ കാണാം. ഞാനിവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു കണ്ടക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്, കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റിയാക്ഷൻ കൊണ്ട് ഇവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഈ കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്. അതായത് നമുക്ക് ഒരു മോഷൻ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് മാഗ്നറ്റിസം ഉള്ള ഒരു കണ്ടക്ടറിന്, മാഗ്നറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടറിന് നമ്മൾ വേറൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കറിയാം മൂവ് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്, മോഷനുള്ള കുറച്ച് ഇൻസ്ട്രുമെൻ്റ് അറിയാം. മോട്ടോർ, എല്ലാ മോട്ടോറിലും, ഫാനിൻ്റെ മോട്ടോർ, മിക്സിൻ്റെ മോട്ടോർ, നമ്മളെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ, അതിലെല്ലാം എന്തുണ്ട്, ഒരു മോഷൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ മോഷൻ ആവശ്യമുള്ള കേസിൽ അവിടെയെല്ലാം പിന്നെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് ഈ മോഷൻ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ മാഗ്നറ്റിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് നോക്കേണ്ടത്, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് പ്രിൻസിപ്പിൾ ഇസ് നോൺ ആസ് മോട്ടോ പ്രിൻസിപ്പിൾ. സോ വാട്ട് ഇസ് മോട്ടോ പ്രിൻസിപ്പിൾ? When a current carrying conductor, this is a current carrying conductor, is placed in a magnetic field, it experiences a force and start motion. അപ്പോൾ അതൊരു ഫോഴ്സ് ഉണ്ടാവുകയും അതൊരു മോഷനിലേക്ക് പോവുകയും ചെയ്യും. അതാണ് നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ അതാണ് ഈ മാഗ്നറ്റിക് ഇഫക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ്. ഇനി ഈ മോഷൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്നത് മോഷനാണ്. മോഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സാണ് ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോഴ്സാണ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു തരുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എന്ത് കണ്ടുപിടിക്കാൻ, എന്തിൻ്റെ ഡയറക്ഷനാണ്, നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനം ഫോഴ്സാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ നമ്മൾ കറണ്ട്, ഈ രണ്ട് കാര്യം കൊടുത്താൽ നമുക്ക് പറഞ്ഞുതരും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണ് പറഞ്ഞുതരും. നമ്മൾ ചെയ്ത പോലെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് 3 ഫിംഗർ, ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇവിടെ എല്ലാ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കോഡ് ആലോചിച്ച് വെക്കും. ഇത് നോക്ക്, FMC, എഫ് ഫാദർ, എം മദർ, സി ചൈൽഡ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഓർഡർ തന്നെ ആലോചിക്കുക. ഫസ്റ്റ് ഫിംഗർ ഇതല്ലേ, തമ്പ് ഫാദർ, സെക്കൻഡ് ഫിംഗർ എന്ന് പറഞ്ഞാൽ 4th ഫിംഗർ, ഇത് മദർ, 3rd ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ അത് ചൈൽഡ്. ഇത്രയും ആലോചിച്ചാൽ നിങ്ങൾക്ക് ആ റൂൾ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. ഫാദർ, മദർ, ചൈൽഡ്. ഇത് നോക്കിക്കോ, എന്താ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? The 3 fingers of the left hand, stretch the 3 fingers of the left hand in such a way that they are mutually perpendicular. Then, if the 4th finger represents the direction of magnetic field and the middle finger represents the direction of current, then thumb indicates the direction of force.
അതാണ് നമ്മളെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ട് വേണം പഠിക്കാൻ. ആൻഡ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് വെച്ചപ്പോൾ, കറണ്ട് കാര്യം കണ്ടക്ടർ വെച്ചപ്പോൾ നമുക്ക് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കോഡ് ആലോചിച്ചാൽ മതി. ഫാദർ, മദർ, ചൈൽഡ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്പാണ്, ഇത് ഫോർ ഫിംഗർ ആണ്, ഇത് മിഡിൽ ഫിംഗർ ആണ്. അപ്പം മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനിലും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ആണെങ്കിൽ തമ്പ് എന്തായിരിക്കും? ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഇത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് ദ if the fourth finger represents the direction of magnetic field and the middle finger represents the direction of current, then thumb represents the direction of force. ഇതാണ് നമ്മളെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലായി, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് മനസ്സിലായി. ഈ മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് DC മോട്ടോർ. എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? വെനെവർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇവിടെ കറണ്ട് ഉണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്, പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മോഷൻ. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു, അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇനി നിങ്ങളോട് ആ ഒരു കാര്യം ചോദിക്കാം, ഈ ഒരു സാധനത്തിൽ നമ്മൾ ഫോഴ്സ് രണ്ടും ഒരേപോലെ എന്ന് വെച്ചു, ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് വരുവാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുക, ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. ഇനി ഇതിൽ ഒരു ഫോഴ്സ് മേലോട്ടും ഒരു ഫോഴ്സ് താഴോട്ടും ആണെങ്കിലോ, ഈ എൻഡിലെ ഫോഴ്സ് മേലോട്ട്, ഈ എൻഡിലെ ഫോഴ്സ് താഴോട്ടാണെങ്കിൽ അതെന്ത് ചെയ്യാൻ തുടങ്ങും? ടേൺ ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇത് കിട്ടണമെങ്കിൽ, ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ടേൺ ചെയ്യണം. അപ്പൊ ടേൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കണം? ഒന്ന് ഒരു ഡയറക്ഷനും മറ്റേത് വേറെ ഡയറക്ഷനും. കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടണമെങ്കിലോ ഇത് ഇവിടെ ഈ ഇത് ടേൺ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം? മുകളിലോട്ടേക്ക് ഫോഴ്സ്, ഇവിടെ താഴോട്ടേക്ക് ഫോഴ്സ് കിട്ടിയാൽ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മളെ ഐഡിയ. നമുക്ക് വേണ്ടത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ടേൺ ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ഫോഴ്സ്. ഒരേ ഡയറക്ഷനിലാണ് ഒരിക്കലും ടേൺ ചെയ്യുന്നത്. അപ്പൊ ടേൺ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഒരിക്കൽ ടേൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എപ്പോഴും മുകളിലോട്ടും ഇവിടെ എത്തുമ്പോൾ എപ്പോഴും താഴോട്ടും ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഡയറക്ഷൻ കറണ്ട് ഓപ്പോസിറ്റ് കൊടുത്താൽ ഇവിടെ താഴോട്ടാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഹാഫ് റൊട്ടേഷൻ വരുമ്പോൾ ഇത് താഴോട്ടും ഇത് മേലോട്ടും ആണ്. അപ്പൊ അതെങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഇതില് നമ്മളൊരു കറണ്ട് ക്യാരിങ് ഇത് കൊടുത്ത് ഈ ഇതിന് പറയുന്നതാണ് ഈ റെക്ടാങ്കുലർ കോയിൽ പറയുന്നത് നമ്മൾ മൗണ്ട് ഓൺ സോഫ്റ്റ് അയൺ. അതിനാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയും. മോട്ടോറിന്റെ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ് ഒന്ന് ആർമേച്ചർ, പിന്നെ ഈ മാഗ്നറ്റ്, നോർത്ത് സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇതാണ് ഇവിടെ വന്ന് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. പിന്നെ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ് R1 R2. പിന്നെ ഇവിടെ നമ്മളൊരു DC സപ്ലൈ. ഇത്രയാണ് മോട്ടോറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. ഇവിടെ കമ്മ്യൂട്ടേറ്ററിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യിക്കുന്ന സാധനമാണ് കമ്മ്യൂട്ടേറ്റർ. ഇവിടെ അതിന് വേണ്ടി നമ്മൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്തത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിംഗ് അല്ല, ഇവിടെ പകുതിയേ ഉള്ളൂ, ഇതിന്റെ ഹാഫ് ഇതിന്റെ ഹാഫ്. അവിടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ മാഗ്നറ്റിക് ഇപ്പൊ പഠിച്ച ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർത്ത് ടു ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ A to B ആണ്. പോസിറ്റീവ് എന്നാണ് കറണ്ട് എപ്പോഴും പോവുക. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ A to B യും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത്. ഇതാ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ നോർത്ത് ടു സൗത്തും ആണ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇത് AB എന്നുള്ളതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇപ്പൊ നോർത്ത് ടു സൗത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇതാ A to B ആണ്. അപ്പൊ ഇങ്ങോട്ട് വരക്കാം. നമുക്ക് നോർത്ത് സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ ഇതിന്റെ റൊട്ടേഷൻ ഇങ്ങോട്ടേക്ക്. മനസ്സിലായല്ലോ? ഫോർവേഡ് ഡയറക്ഷനിലത് ഫോർവേഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പുറത്താവുമ്പം അത് നേരെ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് വരിക. ഇതുപോലത്തെ നിങ്ങൾ കൈ ഇവിടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇത് ഫോർവേഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് നേരെ ഇത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ്, ഇത് ഫോർവേഡ് ഡയറക്ഷൻ. അങ്ങനെ ഇങ്ങനെ അപ്പൊ രണ്ട് സൈഡിലും രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഒന്ന് മുന്നോട്ടും ഒന്ന് ബാക്കോട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്കിതൊരു ഹാഫ് റൊട്ടേഷനിൽ ഇപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ് വഴിയാണ് നമുക്ക് കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അത് സ്റ്റേഷനറിയാണ്. ഈ റിങ്ങിന്റെ കൂടെ ഇതിങ്ങനെ കറങ്ങി ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ CD-യിൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സും മറ്റിടത്തെത്തുമ്പോൾ മുന്നോട്ടേക്ക് ഫോഴ്സും വരും. വീണ്ടും അത് കറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്.
മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. മോട്ടോറിന്റെ പാർട്സ് ആർമേച്ചർ ABCD ആണ്. റെക്ടാങ്കുലർ കോയിൽ വൗണ്ട് ആൻഡ് സോഫ്റ്റ് അയൺ ആണ്. പിന്നെ നമ്മൾ നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഹാഫ് സൈക്കിളും കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടുള്ളൂ. പിന്നെ ഒരു ബ്രഷ് R1 R2. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എപ്പോഴും ഒന്നിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മറ്റേ എൻഡിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ഇപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷൻ എത്തുമ്പോൾ ഇവിടെ CD എത്തുമ്പോൾ CD-യിൽ ഉണ്ടാകുന്ന ഫോഴ്സ് വീണ്ടും ആദ്യം ABക്ക് ഉണ്ടായ പോലെ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? ഇത് മാഗ്നറ്റിക് ഇഫക്റ്റിന് ഇമ്പോർട്ടൻറ്റ് യൂസ് ആണ്. ഇത് മോട്ടോർ പ്രിൻസിപ്പിളും അത് വെച്ചിട്ട് മോട്ടോറിൻ്റെ വർക്കിങ്ങും എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടാണിത്. നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചു, മോട്ടോറാണ്, DC മോട്ടോർ. പിന്നെ അടുത്തതാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പോൾ ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു മൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ സൗണ്ടിനെ ഇലക്ട്രിക് പൾസസ് ആക്കി മാറ്റും ഈ മൈക്രോഫോൺ. അപ്പോൾ അവിടെയുള്ള ആംപ്ലിഫയർ ഈ ഇലക്ട്രിക് പൾസസിന്റെ സ്ട്രെങ്ത് കൂട്ടും. ആ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ട ഇലക്ട്രിക് പൾസസ് ആണ് നമുക്ക് ഇത് വഴി നമ്മളെ വോയിസ് കോയിലിലേക്ക് അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് പൾസസ് നേരെ എത്തുന്നത് വോയിസ് കോയിലാണ്. ഈ വോയിസ് കോയിൽ ഇലക്ട്രിക് കറണ്ട് കിട്ടിയപ്പം ഇലക്ട്രിക് പൾസസ് ആണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? നമ്മളിവിടെ ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയ്ക്കുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. അപ്പം നമുക്ക് ഈ കറണ്ട് ക്യാരിങ് വോയിസ് കോയിൽ ഇസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ ഫീൽഡ് മാഗ്നറ്റ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വൈബ്രേഷൻ. അപ്പോൾ അത് നന്നായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് വോയിസ് കോയിൽ ഇസ് അറ്റാച്ച്ഡ് ടു ദ ഡയഫ്രം ഓഫ് ദ ലൗഡ് സ്പീക്കർ. അപ്പം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്ത് സംസാരിക്കുമ്പം നമ്മൾ സിഗ്നൽ വോയിസിന് സൗണ്ടിന് അതെന്താവും ഇലക്ട്രിക് പൾസസ് ആയി മാറ്റും. ഈ ഇലക്ട്രിക് പൾസസ് മൈക്രോഫോണിലുള്ള ആംപ്ലിഫയർ അതിന്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പൊ ഈ സ്ട്രെങ്തൻഡ് ഇലക്ട്രിക് പൾസസ് ആണ് നമ്മളെ ഇതിന്റെ വോയിസ് കോയിൽ, അതായത് സ്പീക്കറിന്റെ വോയിസ് കോയിൽ എത്തുന്നത്. അപ്പൊ ഈ വോയിസ് കോയിൽ ഒരു കറണ്ട് വന്നു, അത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട്സ് മോഷൻ, അല്ലെങ്കിൽ അപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാ? വൈബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് നന്നായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ വൈബ്രേഷൻ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡയഫ്രത്തിലെത്തും. ഡയഫ്രം ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. So that is the working principle of moving coil loudspeaker. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തുടങ്ങിയത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് എനർജിനെ എങ്ങനെ മാഗ്നറ്റിക് എനർജിയാക്കി മാറ്റാൻ പറ്റും നമ്മൾ നോക്കി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മാഗ്നറ്റിക് എനർജി എന്താ, മാഗ്നറ്റിക് ഫീൽഡ് എന്താ, അത് മാഗ്നറ്റിക് ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ബാർ മാഗ്നറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവിടെ എന്താണ് ഫീൽഡ്, അവിടെ എന്താണ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈസ്റ്റഡ് കണ്ടുപിടിച്ച എക്സ്പെരിമെന്റ് പറഞ്ഞു, ഈസ്റ്റഡ് എക്സ്പെരിമെന്റ് പറഞ്ഞു. അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്തൊരു മാഗ്നറ്റിക് കോയിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ വെച്ച് അത് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് മനസ്സിലായി. ഇനി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തത്. തമ്പ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ കേൾഡ് ഫിംഗർ എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അത് വെച്ചിട്ടുള്ള കുറേ എക്സ്പെരിമെന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് ഓരോന്നും റെക്ടാങ്കുലർ കോയിലും പിന്നെ സർക്കുലർ കോയിലിൻ്റെ എല്ലാം നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഈ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സോളിനോയിഡ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ സോളിനോയിഡിൽ എങ്ങനെയൊക്കെ നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാം, അതായത് സോഫ്റ്റ് അയൺ കൂട്ടി, നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, ഏരിയ കൂട്ടി, അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ സോളിനോയിഡിന്റെ നോർത്തും സൗത്തും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ, ഇതിന്റെ യൂസസ് പറഞ്ഞു. വെറുതെ എന്തിനാണ് നമ്മൾ മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റുന്നത്, അപ്പോൾ അത് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ പറഞ്ഞു, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിൾ. അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് DC മോട്ടോർ ആൻഡ് ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. പിന്നെ ഉണ്ടാവുന്ന ഫോഴ്സ്, അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അതിന്റെ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്തത്.
ഇവിടെ ഫാദർ മദർ ചൈൽഡ് എന്നുള്ള കോഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇത്രയും ഈ ചാപ്റ്ററിൽ ആകെ ഇത്ര കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ.